ഡോക്ടറെ ഞാൻ പ്രഗ്നൻ്റാണ്. കഴിഞ്ഞ ദിവസം 2 ആഴ്ച കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്തപ്പം സ്കാനിങ്ങിൽ എൻ്റെ മറുപിള്ള പ്ലസൻ്റ യൂട്രസിൻ്റെ പൊസിഷൻ താഴെയാണെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ. അപ്പം ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പി സർജൻ, കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് സെക്സോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെൻറ്റർ, കൊച്ചി. സാധാരണയായിട്ട് ഒ പിയിൽ വരുന്നൊരു ഡൗട്ടാണ്, സ്കാനിങ് കഴിഞ്ഞ് 3 മാസം അല്ലെങ്കിൽ 5 മാസം അൾട്രാസൗണ്ട് കഴിഞ്ഞിട്ട് സ്കാനിങ് ഫൈൻഡിങ്സ് ആണ് മറുപിള്ള ലോ ലൈയിങ് ആണ്, അല്ലെങ്കിൽ മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ താഴെ വരെ. ഇതാണ് യൂട്രസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം യൂട്രസ് എന്ന് പറയുന്നത്. യൂഷ്വലി ബേബി ഇവിടെ കിടക്കുമ്പം മറുപിള്ള ഇവിടെ മുകളിലാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഈ കേസിൽ മറുപിള്ള ഈ സെർവിക്സ് ഗർഭപാത്രത്തിൻ്റെ വാതിക്കലാണ്. അതിനാണ് പ്ലസൻ്റ താഴെ ഇരിക്കുക എന്ന് പറയുന്നത്. ഇതിന് പല ഗ്രേഡുണ്ട്. മറുപിള്ള ജസ്റ്റ് താഴോട്ട് വന്നിരിക്കുന്നത് ഗ്രേഡ് 1, പിന്നെ ജസ്റ്റ് ഇൻറ്റേർണൽ OCO അവിടെ വരെ, പിന്നെ അതിനെ കവർ ചെയ്ത് 3. അപ്പോൾ 3 കേസ് ഇത് നമ്മൾ ഗ്രേഡ് അല്ലെ ഡിഗ്രി ആയിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇത് കണ്ടുപിടിച്ചിരുന്ന ബ്ലീഡിങ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ്. ഇപ്പം നമ്മൾ അൾട്രാസൗണ്ട് ഉള്ളതുകൊണ്ട് സ്കാനിങ് ഇറ്റ്സെൽഫ് വി ക്യാൻ പ്രൂവ് വെദർ ഇറ്റ് ഈസ് ലോ ലൈയിങ് ഓർ കംപ്ലീറ്റ് പ്ലസൻ്റ പ്രീവിയ. ഇതിൻ്റെ വാക്കാണ് പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. അപ്പം ബ്ലീഡിങ് ഒന്നും ഇല്ലാത്ത ഒരാൾ 5 മാസത്തെ അൾട്രാസൗണ്ട് കാണുമ്പം ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ അഡ്വൈസ് ചെയ്യും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട. അതിൻ്റെ കാരണം ഞാൻ പറയാം, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട. സംടൈംസ് അടുത്ത സ്കാനിങ്ങിൽ 7 മാസം സ്കാനിങ് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഈ ലോവർ പാർട്ടിൽ കാണുകയില്ല. അപ്പോൾ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയില്ല, ലോ ലൈൻ പ്ലസൻ്റ എന്നാണ് അപ് ടു ദസ്. 7 മാസത്തെ സ്കാനിങ്ങിൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പം പ്ലസൻ്റ ഈ വാതക്കൽ ഗർഭപാത്രത്തിൻ്റെ വാതക്കൽ കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ അന്നാലാണ് ഇത് പറയുന്നത് സെൻട്രൽ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ പ്ലസൻ്റ പ്രീവിയ വിത്തൗട്ട് ബ്ലീഡിങ്. പിന്നെ ചില കേസുകളിൽ അവർ ബ്ലീഡിങ് ആയിട്ട് തിരിക്കും. അപ്പം ബ്ലീഡിങ് ഒന്നും ഇല്ലാത്ത ഒരാൾ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയാറില്ല, മോഡിഫൈഡ് ബെഡ് റെസ്റ്റ് ഓർ നിങ്ങൾക്ക് സാധാ പോലെ എന്ന് പറയും. ഇവിടെ ചെയ്യുന്ന ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ, നമ്മൾ എന്തിനാണ് റെസ്റ്റ് കൊടുക്കുന്നത്? ഒന്ന്, യൂട്രസ് കൺട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, പിന്നെ ഈ സെർവിക്സിലേക്കുള്ള കുഞ്ഞിൻ്റെ പ്രഷർ കൊടുക്കാതിരിക്കാനായിട്ട്, അങ്ങനെ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഒന്ന്. 2, ഫിസിക്കൽ റെസ്റ്റാണ്, എക്സസൈസ് ചെയ്യാതിരിക്കുക, ഫിസിക്കൽ റെസ്റ്റാണ്. ഇതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് എന്തെല്ലാം രീതിയിലുള്ള റെസ്റ്റ് ഉണ്ട്. ഇപ്പം ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തവരോട് സാധാരണ പറയാറുള്ളത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട, മോഡിഫൈഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സിവിയർ എക്സസൈസുകളൊന്നും വേണ്ട, നിങ്ങളെ റുട്ടീൻ തിങ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓഫീസിൽ പോകണമെന്ന് ഞാൻ പറയാറില്ല, പക്ഷേ ജെർക്കി മൂവ്മെൻറ്റ്സ് ഒന്നും പാടില്ല. റെസ്റ്റ് എന്ന് പറയുന്നത് അവനവൻ്റെ ഫിസിക്കൽ തിങ്സ് എല്ലാം നല്ല. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്താലത്തെ കുഴപ്പം എന്താ, നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേനും ബ്ലഡ് ഫ്ലോ കാലിലേക്കുള്ള കുറഞ്ഞിട്ട് പ്രോട്ടീൻ മെക്കാനിക്സ് എഫക്റ്റ് ചെയ്ത് DVT എന്ന് പറയുന്നത് ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകും. അതുകൊണ്ടാണ് മോഡേൺ ഒബ്സ്റ്ററ്റിക്സിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് വാക്കില്ല, മോഡിഫൈഡ് റെസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ. ഇപ്പം നമ്മൾ സ്കാനിങ്ങിൽ ഇങ്ങനെ കണ്ടു പേഷ്യൻ്റ് ഒരു സിവിയർ ബ്ലീഡിങ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറയും. പേഷ്യൻ്റ് അനക്കാതെ തന്നെ കിടത്തും. കാരണം അത് സ്റ്റിമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, യൂട്രസ് പെയിൻ വരരുത്, കൺട്രാക്ഷൻ വരരുത്, സെർവിക്സ് ഗർഭപാത്രത്തിൻ്റെ വാതക്കിലേക്ക് ഹെഡിൻ്റെ പ്രഷർ എഫക്റ്റ് വരരുത്. എന്നിട്ട് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒരു 72 അവറെങ്കിലും കൊടുത്തിട്ട് യൂട്രസ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുക്കും. അല്ലാത്ത കേസിൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ റെസ്റ്റ് എടുത്താൽ മതി, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 7 മാസം കഴിഞ്ഞ് അത് മൈഗ്രേറ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു തിയറിയാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടുത്തെ റെസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെയർനെസ് എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും പാടില്ല. പിന്നെ വേറൊന്നാണ് പെൽവിക് റെസ്റ്റ്. പെൽവിക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഈ കേസിൽ പാടില്ല. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ യൂട്രസ് സ്റ്റിമുലേറ്റ് ചെയ്യും, അപ്പം പെയിൻ വരാനുള്ള ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വേറൊന്നുള്ളത്, നമ്മൾ ഉറങ്ങുമ്പോൾ സാധാരണ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുക, അതെല്ലാവരോടും പറയുന്നതാണ്. അൺ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂടും. ഈ കിടക്കുകയാണെങ്കിലും കാലൊക്കെ ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് വേണം, നമ്മൾ കംപ്ലീറ്റ് കമന്ന് കിടക്കാതെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഡയറ്റ്, ഫുഡ്. ഫോളിക് ആസിഡ് നമ്മൾ എപ്പോഴും കഴിക്കാൻ പറയും. ഫോളിക് ആസിഡ് എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. ഫോളിക് ആസിഡ് കഴിക്കുന്നത് മറുപിള്ള താഴെ ഇരിക്കുന്നവർക്ക് എക്സ്ട്രാ നമ്മളൊരു ഫോളിക് ആസിഡ് കൂടെ കഴിക്കും, അയണും കാൽസ്യവും കൂടാതെ. പിന്നെ ചിലപ്പം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കൊടുക്കും. ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് അപ് ടു മാക്സിമം 37-38 വീക്സ് വരെ വിടാൻ പറ്റും. പക്ഷേ ഇവിടെ വേണ്ടത് കൂടുതൽ ഒബ്സർവേഷനും അൾട്രാസൗണ്ടും ആൻറ്റിനേറ്റൽ ചെക്കപ്പും കൂടുതൽ ആവശ്യമാണ്. ഈ പ്ലസൻ്റയുടെ കൂടെ തന്നെ അവർക്ക് ചിലപ്പം ബ്ലീഡിങ് ഉണ്ടായില്ലെങ്കിൽ തന്നെ BP ഉണ്ടാകാം, കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകും. അങ്ങനെ സോ മെനി തിങ്സ് ആർ ദർ. സോ യു ഹാവ് ടു കോൺടാക്ട് യുവർ ഡോക്ടർ ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ഹാവ് ടു കം ചെക്കപ്പ് ആൻഡ് സ്കാനിങ് ഓൾസോ വി ഹാവ് ടു ഡു. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, എപ്പം ബ്ലീഡിങ് കണ്ടാലും ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വരണം.
പ്ലസൻ്റ പ്രീവിയയ്ക്ക് വെയിറ്റ് ചെയ്ത് ചില കേസുകളിൽ നമുക്ക് സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് വന്നാൽ ഈവൻ മാസം തികയാതെ തന്നെ പ്രീമച്ചർ ബേബിയെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കാറുണ്ട്. മറുപിള്ള കംപ്ലീറ്റ് യൂട്രസിന് താഴെയാണെങ്കിൽ മിക്കവാറും സിസേറിനായിരിക്കും. പക്ഷേ ഒരു ഗർഭാശയവാതകം 2 സെൻറ്റിമീറ്റർ എബവ് ആണെങ്കിൽ നമുക്ക് ആൻറ്റീരിയലാണെങ്കിൽ നോർമൽ ഡെലിവറിക്ക് വെക്കാം. പോസ്റ്റീരിയറിലാണെങ്കിൽ 2.5 എബവ് ആണെങ്കിൽ വെക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പ്രസവ സമയത്ത് ഈ പ്ലസൻ്റയെ വന്ന് കൊച്ചിൻ്റെ ഹെഡ് പ്രസ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. 2-3 ഓപ്പറേഷൻ കഴിഞ്ഞവർക്കൊക്കെ പ്ലസൻ്റ പ്രീവി ആയിട്ട് വരികയാണെങ്കിൽ അതൊരു സിവിയർ കണ്ടീഷൻ തന്നെയാണ്, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ തന്നെയാണ്. അപ്പം നമ്മൾ അതിൽ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് 5 കുപ്പി 4 കുപ്പി ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കണം. നല്ല ഹൈ റിസ്ക് എടുക്കണം. സിസേറിന് എല്ലാ സെറ്റപ്പും റെഡിയാക്കിക്കൊണ്ടിരിക്കണം. സംടൈംസ് നമുക്ക് ബ്ലീഡിങ് കൂടിക്കഴിഞ്ഞാൽ യൂട്രസ് വരെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പ്ലസൻ്റ അക്രീറ്റ ഇൻഗ്രീറ്റ പെർക്രീറ്റ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഭിത്തിയെ തുളച്ച് യൂട്രസിൻ്റെ പുറത്തേക്ക് വരുന്നതാണ് ഈ ആദ്യമേ തുളയ്ക്ക് ഇൻഗ്രീറ്റ, പിന്നെ പെർക്രീറ്റ, പിന്നെ ഏറ്റവും പുറത്ത് വരെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂട്രസ് വരെ റിമൂവ് ചെയ്യാം. യൂട്രസ് റിമൂവ് ചെയ്താൽ പോലും പിന്നെയും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ഒരു കണ്ടീഷനാണ്. ഏറ്റവും പാനിക്കായിട്ടുള്ളൊരു കണ്ടീഷനാണ് സെൻട്രൽ പ്ലസൻ്റ പ്രീവിയ വിത്ത് ഇൻവേഷൻ ടു ദി യൂട്രസ്. മൂത്രസഞ്ചിയിലൊക്കെ വരാറുണ്ട്. സ്പെഷ്യലായിട്ട് സീനിയർ ഡോക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഹൈ റിസ്ക് യൂണിറ്റ് മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള ചെറിയൊരു സ്കാനിങ്ങിൽ 3-ാം മാസത്തിൽ ഒരു പ്ലസൻ്റ താഴെ ഇരിക്കുന്നത്, 5-ാം മാസത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ പാനിക്കായിട്ട് ഒരു ആവശ്യമില്ല. 7-ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞ് സംടൈംസ് 7-ാം മാസത്തിൽ ഇത് ഇൻഗ്രീറ്റ പെർക്രീറ്റ ഒട്ടിയിരിപ്പുണ്ടെന്ന് പറയാൻ ചിലപ്പോൾ MRI വരെ അഡ്വൈസ് ചെയ്യാറുണ്ട്. വേറെ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ നമ്മൾ എടുക്കേണ്ടി വരാറുണ്ട്. യു ഷുഡ് ബി വെരി കെയർഫുൾ. യു ഹാവ് ഫ്രീക്വൻറ്റ് വിസിറ്റ് and frequent scanning and do what your doctor says. Thank you.